ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറേ നാളായല്ലോ കണ്ടിട്ട്. കുറേ നാളുകൾക്ക് ശേഷമുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ഈയിടെ എൻ്റെ കുഞ്ഞിനെയും കൊണ്ടൊരു കിഡ്സ് കാർണിവൽ കാണാൻ പോയിരുന്നു. ആർപ്പോ കിഡ്സ് കാർണിവൽ. ഇത് ട്രിവാൻഡ്രം കവടിയാറിൽ നടക്കുന്ന ഒന്നാണ് കേട്ടോ. അവിടുത്തെ ചില കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ. എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയാണ് ഞാൻ പോയത്. സത്യം പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. എങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ സന്തോഷം അതാണല്ലോ വലുത്. അവൾ എന്തായാലും വലിയ ഹാപ്പിയായി. ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ഈ വലിയ ഹാളിൽ ഒരു സൈഡിൽ ഫുഡ് സ്റ്റോളും ഒരു സൈഡിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റി ഏരിയയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ. കുട്ടികൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഒരുക്കിയിട്ടുണ്ട്. അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വേണ്ടിയുള്ള ഡ്രോയിങ്, ക്ലേ മേക്കിങ്, പസിൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്കായി ഇവിടെ ഉണ്ട്. ഈ കാണുന്നതാണ് കുട്ടികൾക്ക് ചാടി കളിക്കാൻ പറ്റിയ നല്ലൊരു ബൗൺസിങ് കാസ്റ്റിൽ. ഞാൻ എൻ്റെ മോളോട് ചാടെന്ന് പറയുന്നുണ്ടെങ്കിലും അവൾക്ക് ആദ്യം ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ വേറെ കുട്ടികളൊക്കെ വന്ന് നല്ലോണം ചാടാൻ തുടങ്ങിയപ്പോൾ അവൾക്കും ആവേശമായി. പതുക്കെ അവളും ആ കളിയോട് അങ്ങ് അടുത്ത്. സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പേസാണ് കേട്ടോ. അങ്ങനെ നോക്കിയാൽ ഇത് ഓക്കെയാണ്. നമ്മളൊരു കിൻഡർ ഗാർഡനിൽ കൊണ്ടാക്കിയൊരു ഫീൽ തോന്നും. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഒന്നിരിക്കാനും ബോൾസ് വെച്ച് കളിക്കാനും ഒക്കെയുള്ളൊരു കൊച്ചു ബോൾ പിറ്റ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് കളിക്കാനാണ് മോൾക്ക് കൂടുതൽ താല്പര്യം തോന്നിയത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ചെറിയൊരു സ്ലൈഡും പിന്നെ കുട്ടികൾക്ക് ഓടിച്ചാടി കളിക്കാൻ പറ്റിയ പലതരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു. കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി കൂടാൻ പറ്റിയ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇത് കണ്ടോ, പസിൽസൊക്കെ വെച്ച് സോൾവ് ചെയ്യുന്നത്. ഇവർക്ക് വീട്ടിലിത് ചെയ്ത് ശീലമുള്ളതുകൊണ്ട് നല്ല രീതിയിൽ അറിയാം, ഇതിനെക്കുറിച്ചൊരു ധാരണയുണ്ട്. പിന്നെ ഇതിന് തൊട്ടടുത്ത് ക്ലേ വെച്ചിട്ട് കുട്ടികൾ പല രൂപത്തിൽ ഓരോന്നുണ്ടാക്കുന്നുണ്ടായിരുന്നു. ഡ്രോയിങ് ചെയ്യാനും പസിൽസ് സോൾവ് ചെയ്യാനും ഒക്കെ ഒരു വലിയ ഗെയിംസ് കോർണർ തന്നെ ഇവിടെ ഉണ്ട്. കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി കൂടാൻ പറ്റിയ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്കിത് തോന്നിയത്. എൻ്റെ മോൾ ഇവിടെ ഇരുന്ന് ഷേപ്പുകൾ മാച്ച് ചെയ്യുന്നൊരു പസിൽ ഗെയിം കളിക്കാൻ നോക്കുന്നുണ്ട്. വളരെ താല്പര്യത്തോട് തന്നെ അവളത് ചെയ്യാൻ ശ്രമിക്കുന്നത്. വീട്ടിലും ഇതേപോലെ ഉള്ളതുകൊണ്ട് ഏകദേശം ഒരു ധാരണയുണ്ട് ഇതെങ്ങനെ ചെയ്യണമെന്ന്. അതേപോലെ ഇതൊരു 3 ദിവസത്തെ കാർണിവലായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് പ്രവേശനം ഫ്രീ ആണ്. വലിയവർക്ക് 150 രൂപയാണ് കേട്ടോ വരുന്നത്. ഇതുപോലെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പല നിറങ്ങളിലും ഷേപ്പുകളിലുമുള്ള മാഗ്നറ്റിക് ബ്ലോക്കുകൾ വെച്ചൊരു രൂപം ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ എൻ്റെ മോള്. ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, എന്നാലും അങ്ങ് ഉണ്ടാക്കുവാണ്. ഇത്തരം കളികൾ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിക്കും കോൺസെൻട്രേഷനും ഒക്കെ ഒരുപാട് നല്ലതാണ്. ഇനി നമ്മൾ പോകുന്നത് ഈ കാർണിവലിൻ്റെ മുകളിലത്തെ നിലയിലേക്കാണ്. പടി കയറി മുകളിലെത്തുമ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കുന്നത് മനോഹരമായൊരു വലിയ ചിത്രമാണ്. മുകളിലെത്തിയപ്പോൾ കുട്ടികൾക്കുള്ള കാര്യങ്ങൾ മാത്രമല്ല, വലിയവർക്ക് വേണ്ടിയുള്ള കുറച്ച് സ്റ്റാളുകളും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കാണാനും കളിക്കാനും ഒക്കെയായി ഇതുപോലൊരു ക്യൂട്ട് പട്ടിക്കുട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.